സുരേഷ് ഗോപി എല്ലായിടത്തും വികസനം ഉണ്ടാക്കണം. മാറി മാറിയും രാഷ്ട്രീയം നോക്കാൻ പാടില്ല, പാവപ്പെട്ടെന്ന് നോക്കുക. പോക്കറ്റിലാക്കാനാണെങ്കിൽ അവര് മിടുക്കന്മാരാണ്. ആ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. ഒന്നും കിട്ടിയില്ല, ഇതുവരെ കണ്ടില്ല. MP മാരെ MLA മാരെ കാണുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ബീച്ചിലാണ്. തെക്കാട്ടിലേ പോണ ഒരു ബോട്ടിലായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ ജനവിധിയെ ഇവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നമുക്ക് അവരോട് നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ, അപ്പോൾ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. പുതിയൊരു ഭരണം എങ്ങനെ നോക്കിക്കാണുന്നു? നമുക്കിപ്പോൾ ആര് ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിലും നമ്മളെ അവസ്ഥ തന്നെ, പണിയെടുത്ത് ജീവിക്കണം. പക്ഷെ വികസനം വരണം. പക്ഷേ ഈ തീരദേശ ഒരു വികസനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഗുണം ചെയ്യില്ലേ? ഗുണം ചെയ്യും, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പല രാഷ്ട്രീയക്കാരും ഇവിടെ ഇലക്ഷനിൽ നിന്നിട്ട് വിജയിച്ചു പോയിട്ടുണ്ട്. UDF ആയാലും CPM ആയാലും ഏത് പാർട്ടിക്കാരാവട്ടെ. പക്ഷെ നമുക്ക് ഒരു പാവങ്ങൾക്കുള്ള ഒരു ആനുകൂല്യം പോലും നമുക്ക് കിട്ടിയിട്ടില്ല ഇവിടെ എവിടെ ഇത്ര വർഷങ്ങളായിട്ടും. അതായത് ഇവിടെ ഒരു ഗുണം വന്നിട്ടില്ല. ഇവിടെ എന്ത് ഗുണം വന്നുള്ളേ? ഇവിടെ ഒരു ഗുണം വന്നിട്ടില്ല. നിങ്ങൾ കാണണ്ട, ഇപ്പൊ ഇവിടെ ആകെ വൃത്തിയോടായിട്ട് നിൽക്കണ്. ഞങ്ങൾ മത്സ്യത്തൊഴിലാളിയാണ്. പക്ഷെ ഞങ്ങൾക്കൊരു ഇതുണ്ടാ, നിങ്ങൾ ഇപ്പൊ രാവിലെ വന്നാൽ 2 പെണ്ണുങ്ങൾ വരും. അത് അവിടെയും ചാടി ഇവിടെയും ചാടി നിന്നിട്ട് ചണ്ടിയും സാധനങ്ങളൊക്കെ എടുക്കണില്ലേ. പക്ഷെ ഓൺലൈനിൽ കുറച്ച് ഫേസ്ബുക്കിലൊക്കെ ചാവക്കാട് ഭയങ്കര ഡെവലപ്മെന്റ് അതുണ്ടാവും. അത് സർക്കാരിന്റെ അല്ല, അത് ജനങ്ങള് ഓരോ കാര്യങ്ങളും നമുക്കിപ്പോ ലൈക്ക് കിട്ടാനും കമന്റ് കിട്ടാൻ വേണ്ടിട്ട് നമ്മ ഫേസ്ബുക്കിൽ പല ഇതിടുണ്ട് അല്ലേ. അപ്പൊ ഞാനായാലും നിങ്ങളെ ഫോട്ടോ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് 42 ലൈക്ക് അല്ലെ 1 ലക്ഷം ലൈക്ക് അല്ലേ. അതേപോലെ ഓരോരുത്തരും ഓരോ വീഡിയോകൾ ഇട്ടിട്ട് ലൈക്കും കമന്റും മേടിച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ഒരു മാറ്റം വന്നിട്ടില്ല. എവിടെ ഈ ഇലക്ഷൻ ജില്ലയിലും ഒരു പ്രതീക്ഷിക്കുന്നില്ലേ? പ്രതീക്ഷകളെല്ലാ ഇലക്ഷനിൽക്കും നമുക്ക് എല്ലാ കാര്യത്തിലും പ്രതീക്ഷകളുണ്ട്. കാരണം ഇപ്പൊ പുതിയ ഒരാൾ വരുമ്പോ പ്രതീക്ഷ ഉണ്ടാവും, അടുത്ത ആൾ വരുമ്പോഴും നമുക്ക് പ്രതീക്ഷ ഉണ്ടാവും. നമ്മളിപ്പോ ഒരു രാഷ്ട്രീയക്കാരനും ഒരു പ്രവർത്തകനും അല്ല, നമ്മള് പൊതുജന ജീവിക്കാൻ വേണ്ടിയാ. അപ്പൊ നമ്മള് ഇത് ആയിട്ട് കാര്യങ്ങള് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവൻ എന്നും നിലനിൽക്കും അല്ലേ. അല്ലേ, ആരൊക്കെ വന്നാലും പോയാലും നമ്മളെ അവസ്ഥ തന്നെ ഈ പാരയിക്കല് ഒക്കെയാണ്. പുലർച്ചെ 4 മണിക്ക് ഞങ്ങൾ 4 മണിക്ക് വന്ന ആളാ. 4 മണിക്ക് വന്നിട്ട് ഇതല്ല ഞങ്ങളെ അവസ്ഥ ഉണ്ട്. ഇതിലിപ്പോ സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കടലിൽ നിന്ന് വരുന്ന സാധനമാണ്. അവർക്ക് പുലർച്ചെ 4 മണിക്ക് കടലിൽ പോകും. ഇപ്പൊ 4:30 ഈ ട്രോളിങ്ങും കാര്യങ്ങളും മഴക്കാലം വരും പ്രശ്നങ്ങളല്ല. ഇപ്പൊ ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ പല വലകളുണ്ട്. ഞങ്ങൾക്കിപ്പോ ബോട്ടേര് വലിക്കാൻ പാടില്ല, ആ വല ഞങ്ങൾക്കും ഉണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ കടല് കുറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ വല ഇട്ടിട്ട് ഞങ്ങൾക്ക് പണിക്ക് പോവാം. ഇപ്പൊ മീൻ ഉണ്ടെങ്കിൽ ഞങ്ങളെ കുടുംബം ജീവിക്കും, മീൻ ഇല്ലെങ്കിൽ ഞങ്ങളെ കുടുംബം പട്ടിണി എടുക്കും. നമുക്ക് ഒരാൾക്ക് സഹായങ്ങളില്ല. ഇതിനൊന്നും ഒരു സഹായം കിട്ടില്ല. നമുക്ക് ആര് ഭരിച്ചാലും നമ്മളെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ. നമ്മള് നയിച്ചെങ്കിൽ നമുക്ക് ജീവിക്കാം, അല്ലാണ്ട് നമുക്ക് മീനില്ലെങ്കിൽ വീട്ടിൽ പട്ടിണി, പണിയില്ലെങ്കിലും ഒരു പിന്നെ ഒരു പുതിയ ഒരു സുരേഷ് ഗോപി വന്നല്ലേ, എല്ലാവർക്കും ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പേരിലാണ് സുരേഷ് ഗോപി. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഈ ചാവക്കാട് ബീച്ച് ഏരിയ ഇപ്പോൾ ടൂറിസത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഇവിടെ വരില്ല, അത്രയും വൃത്തിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് വണ്ടി കൊണ്ടു നിർത്തിയാൽ കാശ് പിടിച്ച് അവർ പോവും. വേറെ യാതൊരു പുരോഗതിയോടെ കാണാനില്ല. 4 വെള്ളമാണ് കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു വ്യത്യാസം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ട്. ഇപ്പം ഈ വലയിട്ട് എപ്പോൾ പോകണതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അങ്ങനെ വലക്ക് വ്യത്യാസങ്ങളുണ്ട്, അതാണ് പ്രശ്നം. വേറെ അതിൽ കാര്യമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അതിന് സുരേഷ് ഗോപി പൊളിക്കും അപ്പുറം പൊളിക്കും. ചാവക്കാടൊക്കെ ഒരു വികസനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും. ഗുരുവായൂരിനൊക്കെ ഇനി കാണാൻ പോകണുള്ളൂ. ഗുരുവായൂരൊക്കെ എന്ത് വികസനം എന്ന് പറയണത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഇന്ത്യയിൽ നല്ല വേൾഡിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ഗുരുവായൂർ. ആ ഗുരുവായൂരൊക്കെ എന്ത് വികസനം ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടുള്ളത്.
അല്ല ഇപ്പൊ ഇവിടെ നല്ലൊരു മാറ്റം ഉണ്ടാവും. ഫേസ്ബുക്കിലൊക്കെ ചാവക്കാട് ബീച്ച് ഭയങ്കര ഡെവലപ്മെന്റ് നമ്മൾ കണ്ട വീഡിയോ ഇവിടുത്തെ ഡെവലപ്മെന്റ് ഇതാണ്. ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇവിടെയുള്ള ടീം തന്നെ ഫോട്ടോ ഒരു പിറന്നാളിന് ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ 2000 ഇവിടെ സ്ഥലത്തിന് മേടിച്ചതാ. അതാണ് ഡെവലപ്മെന്റ്. ഇവിടെ എന്ത് ഡെവലപ്മെന്റ് ഉള്ളത്? ഇത്ര വർഷം ഉണ്ടായിട്ട് ഇവിടെ ഭരണം മാറി മാറി നടന്നിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. എന്ത് നടന്നിട്ടുള്ളത്? ഒന്നും നടന്നിട്ടില്ല. ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അത് ഗവൺമെന്റിന്റെ അല്ല. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അവരെ കാശാണ്, അജയേട്ടന്റെ. അവര് പാർട്ട്ണർഷിപ്പായിട്ട് എടുത്തിട്ടുള്ള കാര്യമാണ്. അല്ലാണ്ട് ടൂറിസം വകുപ്പിന് യാതൊരു ഇതുമില്ല. വകുപ്പ് എന്ന് പറഞ്ഞിട്ട് അവര് കൊടുക്കണമല്ലോ, അല്ലാതെ കാശ് വെറുതല്ലേ. അവർക്ക് ആ കാശ് വരെ മുതലായിട്ടും കൂടി ഇല്ല. ഇത് ഓൺലൈൻ ഇപ്പോ ഈ മത്സ്യബന്ധനമായിട്ട് പറയുന്ന ആൾ ഒരുപാട് ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ്, ട്രോളിങ് അത് ഇത്. അപ്പൊ അതിലൊക്കെ ഒരു മാറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും വികസനം ട്രോളിങ്ങിലും മാറ്റം ഉണ്ടാവില്ല. അല്ല മത്സ്യബന്ധന തൊഴിലാളികൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം അല്ലേ? ഞങ്ങളെ വീടൊക്കെ പോലെ വീടാണ്. അപ്പൊ അതിലൊരു പ്രതീക്ഷിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രതീക്ഷ എന്നുള്ളത്. അങ്ങനല്ല, ഞാനൊരു BJP കാരനാണ്. നമ്മള് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും വികസനം കിട്ടണം എന്നുള്ളതാണ്, അല്ലാതെ BJP കാർക്ക് മാത്രമല്ല. എല്ലാരും തൃശ്ശൂർ ജില്ല മൊത്തം ഒരു വികസനം ഉണ്ടാവണം ഇല്ല എന്നല്ല, നമ്മളങ്ങനെ കാണാറില്ല. നമ്മള് ഇന്ത്യനെ എല്ലാവർക്കും ഒരേപോലെ എത്തണം എന്നുള്ളതാണ് വികസനം. എല്ലാ സ്ഥലങ്ങളിലേക്കും വികസനം വരണം, അതാണ്. അല്ലാണ്ട് തൃശ്ശൂർ മാത്രം വികസനം എന്നുള്ളതല്ല. സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, തൃശ്ശൂർ മാത്രമല്ലല്ലോ, ആളുടെ തമിഴ്നാടും കൂടിയിട്ടാണല്ലോ സൗത്ത് ഇന്ത്യ എന്നാള് പറഞ്ഞല്ലോ അല്ലേ? തമിഴ്നാടും പറഞ്ഞില്ലേ? അദ്ദേഹം നന്നായിട്ട് വരട്ടെ. ചേട്ടാ തൃശ്ശൂര് എങ്ങനെ നോക്കി കാണണം? ഇതന്നെ പറയണേ, സുരേഷ് ഗോപി എല്ലായിടത്തും വികസനം ഉണ്ടാക്കണം. മാറി മറിയും. രാഷ്ട്രീയം നോക്കാൻ പാടില്ല, പാവപ്പെട്ടെന്ന് നോക്കുക. ചേട്ടൻ മത്സ്യബന്ധന തൊഴിലാളിയാണോ? ഞാൻ മത്സ്യത്തൊഴിലാളി, 67 വയസ്സായി. എത്രാമത്തെ വയസ്സിൽ ഇവിടെ പോയി തുടങ്ങിയതാ? അതൊരു 10-8 വയസ്സിലൊക്കെ പോയി തുടങ്ങി. ഒരുപാട് ഭരണങ്ങൾ മാറി മാറി ഇവിടെ കണ്ടിട്ടുണ്ടാവും. ഒരു രക്ഷയില്ല. എനിക്കിപ്പോ മോഡി വന്നപ്പോ ഒരു 6000 റുപ്യ കൊല്ലത്തിൽ കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. ഇതുവരെ വേറെ ആളിലൊന്നും കിട്ടിയില്ല? ഇല്ല, ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നു. ഞാൻ 10 വർഷമായി ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് മാറിയിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഗ്യാസ് കുറ്റി ഫ്രീ കിട്ടി മോഡിയുടെ ഭരണത്തിൽ. 6000 റുപ്യ കൊല്ലത്തിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതിലും വലിയ ഭരണം വല്ല ഉണ്ടോ? അപ്പം എനിക്കതല്ല ആഗ്രഹം. ഞാൻ ഇപ്പം ഇന്നും പണിക്ക് പോയിട്ട് വന്നു, ഒന്നുമില്ല. സ്വന്തമായിട്ട് വീടില്ലേ? സ്വന്തമായിട്ട് വീടുണ്ട്, 6.25 സെന്റ് സ്ഥലമുണ്ട്. വീട് ഓല വീടാണ്. അപ്പൊ ഇനി സുരേഷ് ഗോപി ഇവിടെ വന്നാൽ അതെന്തായാലും ഒരു പരിഹാരം ചെയ്യാൻ പറയും. ഇവിടെയുള്ള മത്സ്യബന്ധന തൊഴിലാളികളുടെ വീടുകളിലെ കാരണം വെള്ളം കയറുന്ന ഒരു പ്രശ്നം ഇവിടെ. ഞാൻ തീരദേശത്താണ്. വെള്ളം കയറുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. വെള്ളം കയറാൻ ഞങ്ങളെ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ വെള്ളം കയറും. അവിടെ നിന്നും ഒരു സഹായം ഒരു ഗവൺമെന്റ് ഭാഗത്ത് ഒന്നും കിട്ടിയില്ല, ഇതുവരെ കണ്ടില്ല. MP-മാരെ MLA-മാരെ കാണുന്നില്ല. അപ്പൊ പറഞ്ഞ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു വിടും. അപ്പൊ അന്നേരത്ത് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ എൻ്റെ ഒരു പേരക്കുട്ടി ഉണ്ട്, അതിനടുത്തിട്ട് പന്ത് കെട്ടണ മാതിരി മുകളിലേക്ക് ഇടും, അത് കയ്യടിക്കും, കയ്യിലടി മേടിക്കും. ഇപ്പൊ ഈ സുരേഷ് ഗോപി അതൊന്നും ചെയ്തില്ല. പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഇയാളെ കാണില്ല. ഈ പ്രതാപ് എന്ന് പറഞ്ഞ നാട്ടികേരളാണ്, സ്നേഹതീരം. എനിക്കറിയണേ, എൻ്റെ ചെറിയൊരു ബന്ധുവാണ്. ഞാനാകെ കണ്ടത് ഈ ഇലക്ഷനിക്ക് വന്നിട്ടാണ്. പിന്നെ ഇയാളെ കണ്ടില്ല, എൻ്റെ ബന്ധുവിനെ കണ്ടില്ല. പിന്നെ കാണണമെങ്കിൽ എൻ്റെ മോളെ സ്നേഹതീരത്ത് കല്യാണം കഴിച്ചിട്ടുണ്ട്, അവിടെ പോയാൽ കാണാം. ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ? അതാണ് പ്രതീക്ഷ. അപ്പൊ ഇപ്പൊ എൻ്റെ ഒരു നേതാവാണ്. എനിക്ക് താഴെയാണ് 3 വയസ്സിന് എൻ്റെ മോന്റെ വയസ്സുള്ളൂ. എന്ത് കാര്യങ്ങളെ അവനോട് പറയും. എന്റെ ഭാഗത്ത് ഇപ്പൊ ഒരു നേതാവാണ്. അപ്പൊ അവനോട് ഞാൻ പറയും എനിക്ക് ഇന്ന കാര്യം വേണം. പറയും. ഉണ്ട്. ഭരണം തുടങ്ങിയിട്ടില്ലല്ലോ. അല്ല, പ്രതീക്ഷ നമുക്ക് തുടങ്ങാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റൂലല്ലോ. അത് തുടങ്ങി കഴിഞ്ഞിട്ട് ഏത് ലെവലിലാണ് പോണെന്ന് വെച്ചാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നോക്കി കാണുന്നു ഇപ്പൊ എങ്ങനെയായാലും ചിലപ്പോൾ 2-2.5 കൊല്ലമാകുമ്പോൾ ചിലപ്പോൾ ഒരു തെരഞ്ഞെടുപ്പും കൂടി ഉണ്ടാവും. ഇത് തന്നെ വരവ്. അല്ലാണ്ട് ചിലപ്പോൾ 5 കൊല്ലം ഇപ്പൊ ഒറ്റക്ക് ഭരിക്കുമെന്ന് തോന്നണില്ല. വികസനം വന്നിട്ട് കണ്ടിട്ടും പറയാം, വന്നിട്ട് നമുക്ക് കണ്ടിട്ട് പറയാം, അല്ലാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റൂല. ഇത്രയും വർഷത്തിനിടയിൽ ഇത് അർപ്പത്തോട് ഒരാഴ്ചയിൽ 4 പൊട്ടിക്കൽ പൊട്ടിക്കും, അപ്പൊ തന്നെ അറിയും. ഇത് ശരിക്കും മണ്ണിട്ട് ഇവിടെ ഫ്ലാറ്റ് പൊക്കി ലെവലാക്കാണ്ട് ഒരു കാര്യം നടക്കൂല. നടപ്പിലാക്കിയിട്ടില്ല. ഇല്ല.
പോക്കറ്റിലാക്കാനാണെങ്കിൽ അവർ മിടുക്കന്മാരാണ്. ആ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. ചേട്ടാ എത്ര വർഷമായി ഇതിൽ ഏർപ്പെട്ടിട്ട് ജോലിയിൽ? ഇതിൽ ഞാൻ 12 വയസ്സും തൊട്ടുള്ള പരിപാടിയാണ്. 12ാമത്തെ വയസ്സിൽ കടലിലേക്ക് ഇറങ്ങിയതാ. അപ്പം ഇത് തന്നെ ഇപ്പോഴും നമ്മൾ വാടകക്കാണ് താമസിക്കണം. ഇപ്പോഴും ആ വാടകക്ക് താമസിക്കാം. 14 കൊല്ലം ഇപ്പം വാടകക്കാണ് താമസിക്കണം. ഇതുവരെ സർക്കാർ വാടകയാണോ ജന്മഭൂമിയിലാണോ തഹസിലാണോ അവർക്ക് ഒരു വോട്ട് മാത്രം മതി. തിരിഞ്ഞു നോക്കാൻ വന്നിട്ടില്ല. ഒരു പാർട്ടിയിലും ഇല്ല. ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യും. ഇതിനായിട്ട് വന്നാലേ സ്ഥലക്കാരെന്നുള്ള നിയമമുള്ളൂ. ആദ്യമൊക്കെ അങ്ങനെ CPM-ന്റെ മെയിൻ ആൾക്കാരായിരുന്നു. മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ട്. ഇപ്പൊ പാർട്ടിയുടെ പോക്ക് നല്ല പോക്കാണ്. അതിന്റെ പേരിൽ ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യും. വ്യക്തി നോക്കിയിട്ട് വോട്ട് ചെയ്യില്ല. അതെ.